അസ്സലാമു അലൈക്കും ഷായി മർഹബ. ഇന്നത്തെ ക്ലാസ്സിൽ മുംബൈയിൽ നിന്ന് ആളുകൾ അയച്ച ചോദ്യങ്ങളിൽ ഒരു ചോദ്യം കൂടി ബാക്കിയുണ്ടായിരുന്നു. ആ ചോദ്യത്തിനുള്ള ഉത്തരം കൂടി സെയ്തി വിശദീകരിച്ചു. ആ ചോദ്യം ഹസ്രത്ത് ഈസാ നബി അലൈഹി സ്വലാം ഭൂമി ലോകത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ നിജസ്ഥിതി എന്താണ് എന്നാണ്. സെയ്തി പറയുന്നുണ്ട്, അതെ, ഈസാ നബി അലൈഹി സ്വലാം ഭൂമിയിലേക്ക് എത്തിയിട്ട് കുറച്ച് വർഷങ്ങളായി. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇമാം മഹദി അലൈഹി സ്വലാം വരുന്നതിൻ്റെ അടയാളമായി കൊണ്ടുള്ള മറ്റൊരാളമാണ് ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ ആഗമനം. ഈ വിഷയം കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും യഥാർത്ഥ ഇമാം മഹദിയെ. ഇമാം മഹദി എന്നുള്ള പേരിൽ ഒരുപാട് കള്ള മഹദിമാർ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അവരെ കൂടെയൊന്നും ആരുണ്ടായിട്ടില്ല, ഈസാ നബി ഉണ്ടായിട്ടില്ല. എന്നാൽ ഇമാം മഹദി വരുന്ന സമയത്ത് ഈസാ നബിയും കൂടി ഉണ്ടാകുമെന്ന് ഹദീസിൽ റസൂൽ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇന്ന് വരെ വന്ന കള്ള മഹദിമാർക്കൊന്നും അവരെ കൂടെ ഇമാം മഹദിയുടെ കൂടെ ഈസാ നബിയെ കാണിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ല. എന്നാൽ അതിലും തന്ത്രം പ്രയോഗിച്ചൊരു വ്യക്തിയാണ് മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി. കാരണം അദ്ദേഹം വന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ ഈസാ നബിയെ കാണിച്ചു കൊടുക്കേണ്ടതിൻ്റെ പേരിൽ അദ്ദേഹം എന്ത് ചെയ്ത്, അത് കിട്ടാത്തതിൻ്റെ പേരിൽ അദ്ദേഹം സ്വയം ഈസാ നബിയായി ചമഞ്ഞ്. അഥവാ ഇമാം മഹദി ഞാൻ തന്നെയാണ്, ഈസാ നബി ഞാൻ തന്നെയാണ്. അതിനെ ബലപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു ഹദീസ് അദ്ദേഹം കണ്ടെത്തി. ലാ മഹദി ഇല്ല ഈസ എന്ന് പറയുന്ന ഹദീസ്. ഈസയല്ലാതെ മഹദി ഇല്ല എന്നുള്ള ഹദീസ്, അഥവാ ഈസയും ഞാനും ഒന്നാണ് എന്നുള്ള ഹദീസ്. മഹദിയും ഈസയും ഒന്നാണ് എന്നുള്ള ഹദീസ്. അത് ഹദീസിനെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചത്. ഇവിടെ അള്ളാഹുവിൻ്റെ റസൂൽ ഉദ്ദേശിച്ചത് എന്താണ്? ഇമാം മഹദി വരുന്നുണ്ടെങ്കിൽ ഈസാ നബിയും കൂടെ ഉണ്ടാവും എന്നാണ് ഉദ്ദേശിച്ചത്. അല്ലാതെ ഇമാം മഹദി മാത്രമായി കൊണ്ട് വന്നു പോകലല്ല. ഇതുകൊണ്ട് തന്നെ നമുക്ക് കാര്യം ബോധ്യമാവണം. അതിന് അദ്ദേഹം പല ദുർവ്യാഖ്യാനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഒരുപാട് തസൂഫിൻ്റെ മേഖലയിലുള്ള ആളുകളും ഈ രീതിയിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് റസൂലുള്ളാഹിൻ്റെ ഹദീസിനെ നിഷ്പ്രഭമാക്കിയിട്ടുണ്ട്. 1997 അമേരിക്കയിൽ വെച്ചിട്ട് സർക്കാർ ഇമാം മഹദി അലൈഹി സ്വലാം ഈസാ നബിയെ കണ്ടുമുട്ടിയിട്ടുണ്ട്. അത് ദിനിലാഹിയിൽ നിന്നൊക്കെ കാണാൻ സാധിക്കും. ഒരു രാത്രി സമയത്ത് അദ്ദേഹത്തിൻ്റെ റൂമിൽ വിശ്രമിക്കുന്ന സമയത്ത് ഒരാൾ പെരുമാറ്റം കണ്ടു. സ്വന്തം റൂമിൽ സാധാരണഗതിയിൽ ഒരാളും സർക്കാർ റൂമിലേക്ക് അനുവാദം കൂടാതെ കയറാറില്ല. സഫറുൻ ഹുസൈൻ എന്നുള്ള വ്യക്തി ഒഴികെ ആരങ്ങനെ കയറാറില്ല. സർക്കാർ ആളനക്കം കണ്ട സമയത്ത് ഒരു പക്ഷേ അദ്ദേഹമായിരിക്കുമെന്ന് വിചാരിച്ചു. പിന്നീട് മനസ്സിലായി അദ്ദേഹമല്ല, അത് ഹസ്രത്ത് ഈസാ നബി അലൈഹി സ്വലാമാണെന്ന് മനസ്സിലായി. കാരണം വളരെ സുന്ദരനായ ഒരു യുവാവ് സർക്കാരിന് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. ആ സമയം സർക്കാരിന് ഉന്നത ലോകങ്ങളിൽ പ്രവാചകന്മാരുടെ മജ്ലിസിൽ പങ്കെടുക്കുന്ന അനുഭൂതിയും അവസ്ഥയും ഉണ്ടായി. സർക്കാർ പറയാൻ കാരണം നമ്മളും ഇതിൽ നിന്നും പാഠം ഉൾക്കൊള്ളാനാണ്. എന്നിട്ട് വന്ന വ്യക്തിയെ സ്വയം പരിചയപ്പെടുത്തി. ഞാൻ ഈസാ ഇബ്നു മറിയം ആണെന്ന് പരിചയപ്പെടുത്തി. ഞാൻ പിൽക്കാലത്ത് സർക്കാരിനോട് ചോദിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് ഈസാ നബി അലൈഹി സ്വലാം ചില സമയങ്ങളിൽ ഈസ എന്ന് പറയുന്നത്, ചില സമയങ്ങളിൽ ഈസാ ഇബ്നു മറിയം എന്ന് പറയുന്നത്. ഈസാ ഇബ്നു മറിയം എന്ന് പറയാൻ കാരണം, സൺ ഓഫ് മേരി എന്ന് പറയാൻ കാരണം, ഈ വന്നത് തടി കൊണ്ടാണ് എന്ന് വ്യക്തമാക്കാനാണ്. ഉടലോട് കൂടിയാണ് ഞാൻ വന്നത് എന്ന് വ്യക്തമാക്കാനാണ്. ചില സമയങ്ങളിൽ റൂഹ് കൊണ്ടും വരാറുണ്ട്. അങ്ങനെയല്ല, ഈ സമയം ഉടലോട് കൂടി തന്നെയാണെന്ന് വരുമ്പോഴാണ് ഇങ്ങനെ പറയുന്നത്. അതിനുശേഷം പിന്നീട് അവർ തമ്മിൽ നീണ്ട സംഭാഷണത്തിൽ ഏർപ്പെട്ടു. സംഭാഷണം എന്തിനെക്കുറിച്ചാണ് എന്നുള്ളത് ദിനിലാഹിയിൽ സർക്കാർ വിവരിച്ചിട്ടില്ല. അത് രഹസ്യമായ സംഭാഷണമാണ് എന്നാണ് സർക്കാർ പറഞ്ഞത്. സർക്കാരിൻ്റെ ഒരു യാത്രയിൽ ദുബായിൽ വെച്ചിട്ട് സർക്കാരിൻ്റെ ഒരു മുരീദായ വ്യക്തിയുടെ മകളോട് ഈ വിഷയം പറഞ്ഞിട്ടുണ്ട്. അവർ ചോദിച്ച സമയത്ത് എന്തായിരുന്നു സംഭാഷണത്തിൻ്റെ ഇതിവൃത്തം എന്ന് ചോദിച്ച സമയത്ത് സർക്കാർ പറഞ്ഞിട്ടുണ്ട്, അത്
ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ആ ലോകത്ത് അവിടുത്തെ സഹോദരങ്ങളെക്കുറിച്ചുള്ള ചർച്ചയായിരുന്നു അവിടെ വെച്ച് നടത്തപ്പെട്ടിരുന്നത് എന്നുള്ളത് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. പിന്നീട് സർക്കാർ പിറ്റേ ദിവസം ഒരു സ്റ്റുഡിയോയിൽ പോയ സമയത്ത് അവിടെ ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ചിത്രം കണ്ടു. ആ ചിത്രവുമായിട്ട് തലേന്ന് കണ്ട വ്യക്തിയുമായിട്ട് വളരെ സാമ്യമുണ്ട്. ആ ചിത്രത്തിൽ നിന്നും തികച്ചും യോജിക്കുന്ന രൂപമാണ്. സർക്കാർ അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഈ പിക്ചർ കിട്ടിയതെന്നുള്ളത്. അവർ പറഞ്ഞു, ഞങ്ങൾ ചില പുണ്യസ്ഥലങ്ങൾ ഫോട്ടോ എടുക്കുന്ന സമയത്ത് അവിടെയൊന്നും ഇങ്ങനെ മനുഷ്യനെ കണ്ടിട്ടില്ല. പിന്നീട് അത് പ്രോസസ്സിങ് ചെയ്യുന്ന സമയത്ത് അതിനിടയിൽ വളരെ അവിചാരിതമായിട്ട് അത്ഭുതകരമായിട്ട് പ്രത്യക്ഷപ്പെട്ടതാണ് ചിത്രം. ഈ ചിത്രം യാഥാർത്ഥ്യമാണ്, ഈസാ നബിയുടെ സ്വന്തം ചിത്രമാണ് എന്നുള്ളത് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല, ഈ ചിത്രം ചന്ദ്രനിൽ കാണപ്പെടുന്ന ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ മുഖത്തോട് തികച്ചും സാമ്യപ്പെടുന്നുണ്ട്. ഈസാ നബി അലൈഹി ഇസ്ലാം നിലവിൽ തായ്ലൻഡിലുണ്ട്. അമേരിക്കയിലുള്ള ഒരു ഹോസ്പിറ്റലിൽ ഒരുപാട് എയ്ഡ്സ് രോഗികളും മാറാവ്യാധികളുള്ള ഒരുപാട് രോഗികളുള്ള ഒരു ഹോസ്പിറ്റലുണ്ട്. ആ ഹോസ്പിറ്റലിൽ ഒരു ദിവസം രാത്രിയിൽ യാദൃശ്ചികമായിട്ട് ഒരു യുവാവ് പ്രത്യക്ഷപ്പെട്ടു. അകത്തു നിന്നും കതകിൽ കുറ്റിയിട്ട നിലയിലാണ് ഹോസ്പിറ്റൽ. അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് ആരേക്കുള്ളിലേക്ക് പ്രവേശിക്കാൻ സാധിക്കില്ല. പക്ഷേ ഇദ്ദേഹം എങ്ങനെ ഉള്ളിലെത്തിയെന്ന് ആർക്കും മനസ്സിലായില്ല. അദ്ദേഹം വന്നുകൊണ്ട് ആ ഹോസ്പിറ്റലിലെ മുഴുവൻ ആളുകളെയും സ്പിരിച്വൽ ഹീലിംഗ് നടത്തിക്കൊണ്ട് ഭേദമാക്കി അതിനുശേഷം ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തു പോയി. ഇത് വലിയ ചർച്ചാ വിഷയമായിട്ട് മാറി. ആ കാലഘട്ടത്തിൽ വന്നത് ഈസാ നബിയാണ് എന്നുള്ള ശ്രുതി പരക്കെ പരന്നു കഴിഞ്ഞു. അദ്ദേഹം പോകുന്ന സമയത്ത് ഒരാളെ കണ്ടുമുട്ടി. അദ്ദേഹം ആരാണെന്ന് ചോദിച്ച സമയത്ത് ഞാൻ ഈസബിന് മറിയമാണ്, ഈസയാണെന്ന് പറഞ്ഞ സമയത്ത് ഇദ്ദേഹം അത് വിശ്വസിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഉപദ്രവിക്കുകയും പ്രഹരിക്കുകയൊക്കെ ചെയ്തു. ഈ വിഷയത്തിൽ വിഷമം തോന്നിക്കൊണ്ട് ഈസാ നബി അലൈഹി സ്വലാം ജനങ്ങളിൽ നിന്നും മാറി തായ്ലൻഡിലൊരു ഗുഹയിലാണ് താമസിക്കുന്നത്. അപ്പോൾ ജനങ്ങളുടെ ആറ്റിറ്റ്യൂഡ് ഇങ്ങനെയാണ്. സത്യവുമായിട്ട് വരുന്നവരാരാണെങ്കിലും അവർക്കെതിരെയുള്ള സമീപനം ഇങ്ങനെയാണ് ജനങ്ങൾക്ക്. തായ്ലൻഡിൽ ഈസാ നബി അലൈഹി ഇസ്ലാം സ്വന്തം ശിഷ്യന്മാരുമായിട്ട് താമസിക്കുന്നുണ്ട്. അവർ മൊത്തത്തിൽ അവരുടേതായ രീതിയിൽ മിഷൻ ചെയ്യുന്നുണ്ട്. സത്യത്തിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഏതൊരാൾക്കും വിജയിക്കണമെങ്കിൽ ഹൃദയത്തിനുള്ളിലേക്ക് ദൈവനാമം കയറേണ്ടതുണ്ട്. അതിൻ്റെ പ്രസക്തി മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റേതായ അർഹരായ ആളുകൾക്ക് അത് എത്തിക്കുന്നുണ്ട്. അവർക്ക് അവരുടേതായ രീതിയിൽ ഒരുപാട് നിയമങ്ങൾ അദ്ദേഹം ചട്ടമാക്കിയിട്ടുണ്ട്. കഠിനമായ പരിശീലന മുറകൾ അവർക്ക് കൊടുക്കുന്നുണ്ട്. അവർക്ക് ദിവസം 18 മണിക്കൂർ ഉപവാസം അനുഷ്ഠിക്കേണ്ടതുണ്ട്. അദ്ദേഹവുമായിട്ട് ഞാൻ ആത്മീയമായി ബന്ധപ്പെടാറുണ്ട്. ഈ ഹോസ്പിറ്റലിൽ പോയ വ്യക്തി ഈസ തന്നെയാണോ എന്ന് ഞാൻ സർക്കാരിനോട് ചോദിച്ചിട്ടുണ്ട്. സർക്കാർ പറഞ്ഞിട്ടുണ്ട് അതെ, അത് ഈസയുടെ ഒരു ജുസയാണ് എന്ന് സർക്കാർ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇടയ്ക്കിടെ ഈസാ നബി അലൈഹി ഇസ്ലാം ശ്രീലങ്കയിൽ സന്ദർശിക്കാറുണ്ട്. ശ്രീലങ്കയിൽ നമ്മൾ മിഷൻ്റെ ഭാഗമായി പോയ സമയത്ത് ഒരിക്കൽ 2-3 ആളുകൾ എന്നെ തേടി വന്നു. നിങ്ങൾ എന്താണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന അർത്ഥത്തിൽ അവർ ചില ചോദ്യങ്ങളൊക്കെ ഉന്നയിച്ചു. ആ സമയം ഞാൻ അവരെ കണ്ടുകൊണ്ട് അവരോട് പറയലുണ്ടായി, നിങ്ങളെ നേതാവായ ഈസയോട് പോയി ചോദിക്കും, അദ്ദേഹം എന്നെ അറിയും എന്ന് ഞാൻ അവരോട് പറഞ്ഞു. അത് കേട്ടുകൊണ്ട് അവർ കരയാൻ തുടങ്ങി. ആ വന്നവർ ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ശിഷ്യന്മാരാണ്. ഇതേപോലെ മലേഷ്യയിൽ ഞാനും മീർസാബും കൂടി നടക്കാനിറങ്ങി. അങ്ങനെ സമുദ്രക്കളികൾ നടക്കുന്ന സമയത്ത് എതിർദിശയിൽ നിന്നും ഒരു വ്യക്തി വരുന്നുണ്ട്, ഒരു യുവാവ്. അദ്ദേഹം ഞങ്ങളെ കണ്ടുകൊണ്ട് എന്നോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? ഞാനിവിടെ ഉണ്ട് എന്ന് നിങ്ങൾക്കറിയില്ലേ, പിന്നെ എന്തിനാണ് നിങ്ങളിവിടെ വന്നതെന്ന് ചോദിച്ചു. അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു ബൗളുണ്ട്. ആ ബൗളിൽ പാലുമുണ്ട്. യാദൃശ്ചികമായി എൻ്റെ കയ്യിലേക്ക് ഒരു റോസാപ്പൂവ്
പ്രത്യക്ഷപ്പെട്ടു. ഞാൻ എന്ത് ചെയ്തു, ഈ റോസാപ്പൂവിനെ അദ്ദേഹത്തിൻ്റെ ബൗളിലേക്ക് ഇട്ട് കൊടുത്തു. പാലിന് മുകളിൽ റോസാപ്പൂ കാണുന്ന സമയത്ത് അദ്ദേഹം സന്തോഷിച്ചു. അദ്ദേഹം എന്നെ കെട്ടിപ്പിടിച്ചു, എൻ്റെ 2 കാലത്ത് ചുംബിച്ചു. അദ്ദേഹത്തിൻ്റെ ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഞാൻ അങ്ങനെ നൽകിയത്. ആ റോസാപ്പൂ കൊണ്ട് പാലിൻ്റെ അവസ്ഥയ്ക്ക് യാതൊരു കോട്ടവും സംഭവിക്കുന്നില്ല, ഭംഗി കൂട്ടുന്നേ ഉള്ളൂ എന്നാണ് ഞാനതിന് അർത്ഥമാക്കിയത്. ഈ സമയം മീർ സാബ് അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ ആരാണ്, ഈസാ നബിയാണെന്ന് ചോദിച്ചു. ഈസാ നബി അലൈഹി സ്വലാം അദ്ദേഹത്തെ നോക്കിക്കൊണ്ട് എന്താ സംശയമുണ്ടോ എന്ന് ചോദിച്ചു. ഈസാ നബി അലൈഹി സ്വലാമിനെ നമ്മൾ എപ്പോൾ വിളിച്ചാലും ഈസാ നബി അലൈഹി സ്വലാം നമ്മളുടെ അടുത്തേക്ക് വരും. മറ്റൊരു വട്ടം മിഷന് ചെയ്യുന്ന സമയത്ത് ക്രിസ്തീയർക്കിടയിൽ മിഷൻ ചെയ്യുകയാണ്. ആ സമയത്ത് 2 സ്ത്രീകൾ സെയ്ദിയെ തേടി വരുന്നുണ്ട്. അതിലൊരു സ്ത്രീ ചോദിക്കുന്നതിന് സെയ്ദ്, എനിക്ക് ഈസാ നബിയെ കാണണമെന്ന് അവർ ആഗ്രഹിച്ച് പറയുന്നുണ്ട്. അപ്പോൾ സയ്യിദി, നിങ്ങൾ യാഥാർത്ഥ്യത്തിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് ആ സ്ത്രീയെ ഈസാ നബിയെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അവർ ഈസാ നബി അലൈഹി സ്വലാമിനെ കണ്ടുകൊണ്ടാണ് ദിക്ർ സ്വീകരിക്കുന്നത്. അതിൻ്റെ വീഡിയോ ക്ലിപ്പ് സെയ്ദി പ്ലേ ചെയ്യുന്നുണ്ട്, അന്ന് റെക്കോർഡ് ചെയ്തത്. അപ്പോൾ അവർ ഒരുപാട് കരയുന്നുണ്ട്. ശേഷം അവർ പുറത്തു പോയി തൻ്റെ കൂട്ടുകാരെയും കൂടി വിളിച്ചു കൊണ്ടുവന്ന് അവരെയും കൂടി കാണിച്ചു കൊടുക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. അതേപോലെ സ്റ്റീബല്, മറിയം ബീവിയെ കണ്ട കാര്യങ്ങളും ഇന്നലെ ക്ലാസ്സിൽ വിവരിക്കുന്നുണ്ട്. ഇതുപോലെ ഒരു തവണ വൈറ്റ് ഹൗസിൽ ഈസാ നബി അലൈഹി സ്വലാം ബിൽ ക്ലിൻ്റന് പ്രത്യക്ഷമായിട്ടുണ്ട്. അദ്ദേഹത്തിനുള്ള സന്ദേശം ജനങ്ങൾക്ക് കൈമാറാൻ വേണ്ടി കൽപ്പിക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് അന്ന് പേപ്പറിൽ വന്നതാണ്, ന്യൂസ് പേപ്പറിൽ വന്നിട്ടുണ്ട്. ആ ന്യൂസ് പേപ്പറിൻ്റെ കട്ടിങ്ങും ഇന്നലെ ക്ലാസ്സിൽ കാണിക്കുന്നുണ്ട്. നിഗൂഢമായ പല കാര്യങ്ങളും വാർത്തയായിക്കൊണ്ട് കൊടുക്കുന്ന ഒരു പത്രമാണത്. അദ്ദേഹം എത്ര മോശക്കാരനാണെങ്കിലും അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഈസാ നബി അലൈഹി സ്വലാം വരാൻ കാരണം അത് മുഖേന ജനങ്ങളിലേക്ക് ഇത് പെട്ടെന്ന് എത്തപ്പെടാനാണ്. പക്ഷേ അദ്ദേഹം ഇതിൽ സത്യസന്ധത കാണിച്ചില്ല. അദ്ദേഹം അത് മറച്ചു വെച്ചു, ജനങ്ങളെ ഇത് അറിയിക്കലുണ്ടായില്ല. ഈസാ നബി അലൈഹി സ്വലാം ആൾറെഡി ഭൂമിയിലുണ്ട്. അദ്ദേഹം പ്രവർത്തന രംഗത്ത് സജീവമായിട്ടുണ്ട്. പക്ഷേ പൊതുവേദിയിലും പൊതുസ്ഥലത്തും അദ്ദേഹം ഇമാം മഹദി അലൈഹി സ്വലാം ഖൈബത്തിൽ നിന്നും ജനമുമ്പിലേക്ക് വരുമ്പോഴാണ് അദ്ദേഹം വെളിപ്പെടുക. ഇമാം മഹദിയുടെ തിരിച്ചുവരലിനെ കാത്തിരിക്കണം അദ്ദേഹം. ഇമാം മഹദി വന്നു കഴിഞ്ഞാൽ ഉടനെ ഈസാ നബിയും വെളിപ്പെടും. ഇമാം മഹദിയുടെ സേനാനായകനായിരിക്കും ഈസാ നബി അലൈഹി സ്വലാം.